ഓക്കെ, ഹായ് എവരി വൺ. അപ്പം നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? വെക്ടർ സ്പേസ് പഠിച്ചു, സബ് സ്പേസ് പഠിച്ചു, ബേസിസ് പഠിച്ചു അല്ലേ? അപ്പം ഇനി നെക്സ്റ്റ് സബ് സ്പേസിൻ്റെ തന്നെ അടുത്തൊരു ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. സ്പാൻ ഓഫ് എ സെറ്റ്. എന്താണ് സ്പാൻ എന്ന് നോക്കാം. അപ്പം ലെറ്റ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് u1 u2 എക്സ്ട്രാ un ബി എ നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് വെക്ടർ സ്പേസ് വി. ഈ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഈ u1 u2 എക്സ്ട്രാ un എന്ന് പറയുന്ന സെറ്റ്. അങ്ങനെയാണെങ്കിൽ ലീനിയർ സ്പാൻ ഓർ സിംപ്ലി സ്പാൻ എന്ന് വിളിക്കാം. സ്പാൻ ഓഫ് എസ് എന്ന് പറയുന്നത്, ഈ എസിന്റെ സ്പാൻ എന്ന് പറയുന്നത്, സ്പാൻ ഓഫ് എസ് എന്ന് വെച്ചാൽ is the set of all linear combination of the vectors in S and is denoted by L of S or by span S എന്ന് വിളിക്കും. ഓക്കെ, അതായത് എസ് ഒരു വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസിന്റെ സബ്സെറ്റ് ആണ് എസ്. ആ എസിനകത്ത് u1 u2 എക്സ്ട്രാ un ഇത്രയും എലമെന്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കുന്നത് എന്താ? സ്പാൻ ഓഫ് എസ് എന്ന് വെച്ചാൽ ഈ u1ഉം u2 എക്സ്ട്രാ unന്റെ ലീനിയർ കോമ്പിനേഷൻ, അത് ഇഷ്ടമുള്ള സ്കെയിലാർസ് വെച്ച് നമുക്ക് ലീനിയർ കോമ്പിനേഷൻ എഴുതാമല്ലോ. അങ്ങനെയുള്ള ലീനിയർ കോമ്പിനേഷന്റെ കളക്ഷനെയാണ് എന്ത്, സെറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പാൻ എസ് എന്ന് വിളിക്കുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് എൽ ഓഫ് എസ് എന്നാണ്. ഓക്കെ, ദാറ്റ് ഈസ് സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ k1 u1 പ്ലസ് k2 u2 എക്സെട്രാ kn un സ്കെയിലാർസ്. k1 k2 എക്സെട്രാ kn ആർ സ്കെയിലാർസ്. അപ്പം ഇങ്ങനെ എഴുതുന്നതിനെയാണ് സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇഫ് അപ്പൊ ക്ലിയർ ആണല്ലോ. സ്പാൻ ഓഫ് എസ് എന്ന് വെച്ചാൽ, അതായത് എസ് u1 u2 എക്സെട്രാ un എന്ന് പറയുന്ന ഒരു സെറ്റ് ആണെന്നുണ്ടെങ്കിൽ സ്പാൻ ഓഫ് എസ് എന്ന് വെച്ചാൽ ഈ എലമെന്റ്സ് കൊണ്ട് ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പം ഈ സെറ്റിനകത്ത് 2 എലമെന്റ് ഉള്ളതെന്ന് വെച്ചാൽ സെറ്റ് ഇസ് ഈക്വൽ ടു 3 എലമെന്റ് എടുക്കാം. സെറ്റ് ഇസ് ഈക്വൽ ടു u1 u2 u3 3 എലമെന്റ് ഉണ്ട്. ദെൻ സ്പാനിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദെൻ u1 പ്ലസ് u2 പ്ലസ് u3 ഒരു ലീനിയർ കോമ്പിനേഷൻ ആണ്, കോമ u1 പ്ലസ് u2 പ്ലസ് 0 u3 ഒരു സെറ്റ് ആണ്. അങ്ങനെയുള്ള കുറേ ലീനിയർ കോമ്പിനേഷൻ, അങ്ങനെയുള്ള എല്ലാ ലീനിയർ കോമ്പിനേഷൻ്റെയും സെറ്റ് ഓഫ് ഓൾ ലീനിയർ കോമ്പിനേഷൻ, നമുക്ക് ആ 3 എലമെന്റ് വെച്ചിട്ട് എത്ര ലീനിയർ കോമ്പിനേഷൻ എഴുതാൻ പറ്റുമോ അത്രയും ലീനിയർ കോമ്പിനേഷൻ്റെ കളക്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? സ്പാൻ ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് അടുത്ത് നോക്കാം. ഇഫ് സ്പാൻ ഓഫ് എസ് ഇസ് ഈക്വൽ ടു വി, അങ്ങനെ ഉള്ള ലീനിയർ കോമ്പിനേഷന്റെ കളക്ഷൻ എഴുതുമ്പോൾ അത് നമ്മുടെ ഈ ടോട്ടൽ വെക്ടർ സ്പേസ്, ഈ വെക്ടർ സ്പേസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? വി സേ ദാറ്റ് എസ് ഈസ് എ സ്പാനിങ് സെറ്റ് ഫോർ ദ വെക്ടർ സ്പേസ് വി. അങ്ങനെയാണെങ്കിൽ എസിനെ, സ്പാനസിനെ അല്ല, ഈ എസിനെ, ഈ സെറ്റിനെ, ഈ എസിനെ നമുക്ക് എന്ത് വിളിക്കാം? വിയുടെ സ്പാനിങ് സെറ്റ് ആണെന്ന് പറയാം. അതായത് സ്പാനസ്, അങ്ങനെയുള്ള ഈ എസുകളിലുള്ള എലമെന്റ്സ് വെച്ചിട്ടുള്ള ലീനിയർ കോമ്പിനേഷൻ, എല്ലാ ലീനിയർ കോമ്പിനേഷനും എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഹോൾ വെക്ടർ സ്പേസ് വി ആണെന്നുണ്ടെങ്കിൽ ഈ എസിനെ വിയുടെ സ്പാനിങ് സെറ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഇഫ് സ്പാനസ് ഇസ് ഈക്വൽ ടു വി, we say that S is a spanning set for the vector space V, or that S spans V. അല്ലെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? S V യെ സ്പാൻ ചെയ്യുന്നു, S spans V. ഫോർ എക്സാമ്പിൾ നമ്മൾ R3 എടുക്കുന്നു. R3 എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് എടുക്കുന്നു. അപ്പം R3 എന്ന് പറയുന്ന വെക്ടർ സ്പേസിന്റെ ഫോർ എക്സാമ്പിൾ ഈച്ച് ഓഫ് ദ 3 സെറ്റ്സ്. അപ്പം R3യിലെ 3 എലമെന്റ് ആണല്ലോ ഐ ജെ കെ. അപ്പം അതിനെ എങ്ങനെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ ഫോം ചെയ്യാൻ? ഐ ജെ കെ ഇതേ രീതിയിൽ ഫോം ചെയ്യാം. ദെൻ ഐ ഐ പ്ലസ് ജി, ഐ പ്ലസ് ജെ പ്ലസ് കെ. അപ്പം ഈ 3 രീതിയിൽ നമുക്ക് എന്ത് ഫോം ചെയ്യാൻ പറ്റും? ലീനിയർ ഇതെല്ലാം ഇനിയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 3 രീതിയിൽ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഫോം ചെയ്യാൻ പറ്റും. ആ സ്പാനിങ് സെറ്റ് ഫോർ ദ വെക്ടർ സ്പേസ് R3. ഇതെന്ന് വെച്ചാൽ 3ഉം R3യുടെ എന്താണ്? സ്പാനിങ് സെറ്റ് ആണ്. എന്താ? കാരണം ഐ ജെ കെ. അപ്പം ഐ ജെ കെ എന്ന് പറയുന്ന എവിടുത്തെ എലമെന്റ്? R3യുടെ എലമെന്റ് ആണ് അല്ലേ, യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. അപ്പൊ ദെൻ R3 കിട്ടിയില്ലേ? അപ്പൊ അതുകൊണ്ട് ഇതെന്ന് വെച്ചാൽ സ്പാനിങ് സെറ്റ് ആണെന്ന് പറയാം. ഇനി ഐ പ്ലസ് ജെ കെ. അപ്പം ഇത് ഓരോന്ന് വെച്ചിട്ടും നമുക്ക് എന്ത് കിട്ടും? ഈ വിയിലെ എലമെന്റ്സിന്റെ കളക്ഷൻ തന്നെ കിട്ടും. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്താന്ന് പറയാം? സ്പാനിങ് സെറ്റ് ആണെന്ന് പറയാം. പക്ഷെ നോക്കിയേ, ഈ ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല, ഇത് ഡിപ്പെൻഡന്റ് സെറ്റ് ആണ്. ക്ലിയർ ആയോ? ഇത് അതായത് ഡിപ്പെൻഡന്റ് സെറ്റ് ആണ്. ചെയ്ത് നോക്കിയാൽ മതി, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഡിപ്പെൻഡന്റും ഇൻഡിപെൻഡന്റും ചെക്ക് ചെയ്യാൻ. അപ്പം ഈ ഒരു സെറ്റ് മാത്രം ഡിപ്പെൻഡന്റ് സെറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സ്പാനിങ് സെറ്റ്, എല്ലാ സ്പാനിങ് സെറ്റുകളും എന്തല്ല? ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല. ക്ലിയർ ആയോ?
എല്ലാ സ്പാനിങ് സെറ്റുകളും ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല. സ്പാനിങ് സെറ്റ് ഇൻഡിപെൻഡന്റ് ആകാം, ഡിപെൻഡന്റ് ആകാം. ഓക്കെ, ഇനി സ്പാനിങ് സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആകുവാണെങ്കിൽ അതിനെ ഒരു പേര് വിളിക്കും, അതാണ് ബേസിസ് എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ബേസിസിന് ഒരു ഡെഫിനിഷൻ പഠിച്ചായിരുന്നു. എന്തായിരുന്നു ബേസിസിന്റെ ഡെഫിനിഷൻ? ലെറ്റ് വി ബി എ വെക്ടർ സ്പേസ്, എ സബ്സെറ്റ് ബി ഓഫ് വി ഈസ് സെഡ് ടു ബി എ ബേസിസ് ഫോർ വി. ദെൻ അപ്പം നമുക്ക് എന്ത് പറയാം? ബി എന്ന് പറയുന്നത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. പിന്നെ വിയിലെ ഒരു എലമെന്റ് എടുത്താൽ ബിയിലെ എലമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. അപ്പൊ അത് മാറ്റി നമുക്ക് അത് സ്പാൻ ചേർത്തിട്ട് എങ്ങനെ പറയാം? basis of vector space. Let V be a vector space. A subset B of V is said to be a basis for V if B spans V. Second one, B is linearly independent of V. അപ്പോൾ അതായത് ബേസിസ് ഓഫ് വെക്ടർ സ്പേസ് പറയണമെങ്കിൽ ബി ഒരു സബ്സെറ്റ് ആണെങ്കിൽ ബി എന്ന് പറയുന്നത് സ്പാനിങ് സെറ്റ് ആയിരിക്കണം. ബി സ്പാനിങ് സെറ്റ് ആയിരിക്കണം, ബി ലീനിയർലി ഇൻഡിപെൻഡന്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അതെന്ന് പറയുന്നത് ഒരു ബേസിസ് ആണെന്ന് പറയാം. ഓക്കെ,